അമ്പലപ്പുഴയിലെ സമുന്നതനായ CPM നേതാവ് 60 വർഷത്തെ പാരമ്പര്യമുള്ള, അതായത് പാർട്ടിയിൽ പ്രവർത്തിച്ച പാരമ്പര്യമുള്ള ഒരു നേതാവാണ് ജി സുധാകരൻ. കഴിഞ്ഞ ദിവസം മുതൽ കേൾക്കുന്നതാണ് ജി സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവും, കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവും എന്നൊക്കെയാണ് കേട്ടത്. ഇന്ന് പത്രസമ്മേളനം നടത്തുമെന്ന് പറഞ്ഞു. CPM വരെ നെഞ്ചിടിപ്പോടെയാണ് അത് കാത്തിരുന്നത്. പത്രസമ്മേളനം നടത്തി സജി ചെറിയാനെയും മറ്റ് പല നേതാക്കളെയും പരോക്ഷമായെങ്കിലും വിമർശിച്ചു. വിമർശിച്ചതിന് ശേഷം ഞാൻ പാർട്ടി വിടുന്നു എന്ന് പറയുന്നില്ല, വിടുന്നില്ല എന്നും പറയുന്നില്ല, പക്ഷെ സ്വതന്ത്രനായി മത്സരിക്കും എന്നും പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ സജി ചെറിയാൻ പറയുന്നു 4 തവണ MLA ആയി, 2 തവണ മന്ത്രിയായി. എന്നിട്ടും ഈ അധികാര മോഹം ജി സുധാകരൻ അഴിമതിയില്ലാത്ത ഒരു നേതാവാണ്. പൊതുവെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയാൽ സഖാക്കൾ ആദ്യം ആരോപിക്കുന്നത് പെണ്ണ് കേസും അഴിമതിയും ഒക്കെയാണ്. സുധാകരനെ സംബന്ധിച്ച് ഈ രണ്ടും ഇല്ല എന്ന് തന്നെ പറയാം. എന്നിട്ടും ഈ അധികാരത്തിന് വേണ്ടി ഇത്രയും പക്വതയുള്ള ഒരു നേതാവ്, അതായത് പാർട്ടി എന്ന് പറയുന്നത് അധികാരമല്ല എന്ന് താഴെത്തട്ടിലുള്ള അണികളെ പറഞ്ഞു പഠിപ്പിച്ച ഒരു നേതാവിന് എന്താണ് സംഭവിച്ചത്? സുധാകരൻ അധികാരത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പം മത്സരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ തീരുമാനം വളരെ മണ്ടത്തരായിപ്പോൾ എന്നേ പറയാനൊക്കുള്ളൂ. കാര്യം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരുമോ, ഇപ്പോൾ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിൽ തന്നെയും UDF അധികാരത്തിൽ വരുമോ എന്നുള്ള കാര്യത്തിൽ UDFന് പോലും വലിയ ധാരണയൊന്നുമില്ല. സാധ്യത കൽപ്പിക്കപ്പെടുന്നത് പിണറായി വിജയൻ വീണ്ടും വരും എന്നുള്ള തരത്തിലാണ്. പൊതുവെ വരുന്ന സർവേ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നതനുസരിച്ച് പിണറായി വിജയനാണ് വലിയ ജനസമ്മതി ഉള്ളത്. അപ്പോൾ വീണ്ടും പാർട്ടിക്ക് എന്താ പറയുക വിധേയനായി നിന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സുധാകരനെ പോലെ ഒരു സീനിയർ നേതാവിന് അർഹമായ അധികാരങ്ങൾ, ഏതെങ്കിലും ചെയർമാൻ സ്ഥാനമോ അതേപോലുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉന്നതമായ ഒരു പദവിയോ തീർച്ചയായിട്ടും കിട്ടിയാണ്. പക്ഷേ ഇത് അധികാരമല്ല, ഇത് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ ഈഗോയാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്നെ കഴിഞ്ഞ് വേറെ ആളില്ല. ഇതാണ് കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ട് കാലയളവിൽ സുധാകരനാണ് CPM ആലപ്പുഴയിലെ. അവിടെ ഈ സുധാകരൻ എന്ന് പറയുന്നത് പിണറായി പക്ഷത്തെ ഏറ്റവും വലിയ ഒരു നേതാവായിരുന്നു, ഔദ്യോഗിക പക്ഷത്തെ. പക്ഷെ ആലപ്പുഴയിൽ ആ ഔദ്യോഗിക പക്ഷം 2 ചേരിയായിട്ട് നിന്നിരുന്നു, സുധാകരനും ഐസക് പക്ഷവും. അപ്പോൾ ഈ ഐസക് പക്ഷം എന്ന് പറയുന്നത് അവിടെ ഒരു തിരുത്തൽവാദി ഗ്രൂപ്പ് പോലെ വളരെ ദുർബലമായ ഒരവസ്ഥയിലും സുധാകരനായിരുന്നു അവിടെ സർവാധിപത്യം. ഇപ്പോൾ സുധാകരനെതിരെ സംസാരിക്കുന്ന സജി ചെറിയാൻ മന്ത്രി, അത് ജി സുധാകരൻ്റെ സൃഷ്ടിയാണ്. സജി ചെറിയാൻ, PP ചിത്തരഞ്ജൻ, H സലാം, ഇവരൊക്കെ സുധാകരൻ സൃഷ്ടിച്ചെടുത്ത നേതാക്കളാണ്. അവരുടെ സുധാകരൻ്റെ അനുയായികളായി പറ്റം കൂടി നിന്ന് പിന്നീട് ഇവർ മുഖ്യധാരയിലേക്ക് വന്നപ്പോൾ സുധാകരനെ ചവിട്ടി താഴ്ത്തി. അപ്പോൾ ആ ഒരു നഷ്ടബോധം, പ്രതികാര ബുദ്ധി, അതാണ് വാസ്തവത്തിൽ ഇമ്മാതിരി കടുങ്കൈ ജയിക്കാൻ സുധാകരനെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് വാസ്തവം. പിന്നെ സുധാകരൻ ഇപ്പോൾ ഈ ഔദ്യോഗികമായിട്ട് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി എന്നുള്ളതാണ് CPM നേരത്തെ തിരിച്ചറിഞ്ഞതാണ്. കാര്യം CPMനെ കുറിച്ച് നമ്മൾ വല്ലാണ്ടങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സുധാകരൻ്റെ മനസ്സിലിരിപ്പ് എന്താണ്, സുധാകരൻ്റെ പ്ലാനും പദ്ധതി എന്താണെന്ന് പാർട്ടി നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സുധാകരനെ പാർട്ടി പരിപാടികളിൽ നിന്ന് ബോധപൂർവം മാറ്റി നിർത്തിയിരുന്നത്. ഈ പുന്നപ്ര വയലാർ രക്തസാക്ഷി വാരാചരണം, ആ പരിപാടികളിൽ നിന്ന് പോലും ഒരു സീനിയർ നേതാവായ സുധാകരനെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ പാർട്ടിക്ക് നേരത്തെ തന്നെ ഇതിനെക്കുറിച്ചുള്ള സുധാകരൻ്റെ എന്താണ് പ്ലാനും പദ്ധതി എന്നുള്ളത് കൃത്യമായ ഒരു വിലയിരുത്തൽ പാർട്ടിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ മറ്റൊരു സംഗതി കൂടി നമ്മൾ പറഞ്ഞു വെക്കണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് KC വേണുഗോപാൽ ആലപ്പുഴയിൽ വീണ്ടും മത്സരിച്ച് MP ആയത്. അപ്പോൾ അദ്ദേഹം ഫലപ്രഖ്യാപനത്തിന് ശേഷം അദ്ദേഹം പലരെയും സന്ദർശിച്ച് അദ്ദേഹത്തിൻ്റെ സന്തോഷവും നന്ദി അറിയിക്കാൻ വേണ്ടി പോയിരുന്നു. ആ കൂട്ടത്തിൽ ജി സുധാകരനെ അദ്ദേഹം പോയി കണ്ടിരുന്നു. അപ്പോൾ അവിടെ വന്ന വാർത്തകൾ, കാര്യം സുധാകരൻ പാർട്ടിയോട് വലിയ കലഹിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. സുധാകരൻ പലപ്പോഴും ഫേസ്ബുക്ക് പോസ്റ്റുകൾ വഴി തൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു, തിരുത്തലുകൾ പറഞ്ഞിരുന്നു. അപ്പോൾ KC വേണുഗോപാലിൻ്റെ ആ ഒരു സന്ദർശനത്തിന് രാഷ്ട്രീയമാനം കൂടി. പക്ഷേ 2 പേരും അത് നിഷേധിക്കുകയാണ് ചെയ്തത്. ഔദ്യോഗികമായിട്ട് കോൺഗ്രസിലേക്ക് ക്ഷണിക്കാൻ തന്നെയാണ് KC വേണുഗോപാൽ പോയതെന്ന് സാമാന്യന രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും അത് ബോധ്യമാകും. പക്ഷേ 2 പേരും പറഞ്ഞത് സൗഹൃദ സംഭാഷണമാണ്. പക്ഷെ അതിനുശേഷം സുധാകരൻ എടുത്ത പല നടപടികളും നമ്മൾ ശ്രദ്ധയോടെ നോക്കണം. KPCCയുടെ പല പരിപാടികളിലും സുധാകരൻ ഗസ്റ്റ് റോളിൽ വന്ന് പോയിട്ടുണ്ട്. ഒരു പ്രസംഗം, അതിലെല്ലാം തന്നെ CPMന് വലിയ തലവേദനയായിരുന്നു. കാര്യം തുടർച്ചയായിട്ട് കോൺഗ്രസിൻ്റെ പരിപാടികളിൽ, UDFൻ്റെ വേദികളിൽ സുധാകരൻ പങ്കെടുക്കുന്നു. ഇതിന് പിന്നാലെ തൻ്റെ പല വിയോജിപ്പുകളും പത്രക്കുറിപ്പുകളിലൂടെ, വാർത്തകളിലൂടെ, അതായത് ഏറ്റവും കുറഞ്ഞ പക്ഷം നാട്ടിലെ മാലിന്യ സംസ്കരണ പരിപാടികൾ താളം തെറ്റുന്ന വിഷയങ്ങളിൽ പോലും
സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് എൻ്റെ കാലത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇപ്പോഴുള്ളവർ വളരെ മോശം, ആ രീതിയിലുള്ള ഒരു സ്റ്റാൻഡാണ് സുധാകരൻ എടുത്തുകൊണ്ടിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി. അതായത് സുധാകരൻ മനസ്സുകൊണ്ട് കോൺഗ്രസിലേക്ക് പോകണമെന്ന് കുറെ കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം കോൺഗ്രസിലോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചൊന്നും നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. അദ്ദേഹം എന്താണ് ഇനി തീരുമാനിക്കുന്നത് നമുക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിന് വലിയൊരു നഷ്ടബോധം ഉണ്ടായിരുന്നു. അദ്ദേഹം മുടിചൂടാ മന്നനായിരുന്നു ആലപ്പുഴയിൽ, CPM-ന്റെ മുടിചൂടാ മന്നനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്ന് അദ്ദേഹത്തിനെ പിന്തുണച്ചവർ പിന്നീട് അദ്ദേഹത്തെ ചവിട്ടി മുന്നേറിപ്പോയി. അങ്ങനെ വലിയൊരു നഷ്ടബോധം അദ്ദേഹത്തെ വല്ലാണ്ട് വേട്ടയാടുന്നു. ഈ പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, പണ്ടാരോ പറഞ്ഞാൽ ഇപ്പോഴും അത് ഉള്ളത് തന്നെയാണ്, ഒരിക്കൽ അധികാര ശ്രേണിയിൽ ഇരുന്ന ഒരാൾക്ക് മരിക്കുവോളം ആ പദവിയോട് ഒടുങ്ങാത്ത അത്യാഗ്രഹം, ആർത്തി ഉണ്ടാകും. കാരണം ഈ പറയുമ്പോൾ വേറെ വിചാരിക്കരുത്, കഴിഞ്ഞ ദിവസം നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രസംഗം വന്നിരുന്നു. ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്ന ഒരുതരം ഹിസ്റ്റീരിയ ബാധിച്ചതുപോലെയാണ്. ഒരിക്കൽ അതിൻ്റെ ആവേശവും ജനങ്ങളുടെ പിന്തുണയും സ്നേഹവും അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടുന്ന സാമൂഹ്യ അംഗീകാരവും അതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതൊക്കെ വേണ്ടാന്ന് തീരുമാനിക്കാൻ ഒരാൾക്കും ആവില്ല. എവിടെ ആൾ കൂടുന്നോ, എവിടെ മൈക്ക് വെക്കുന്നോ അവിടെ ഒരു നേതാവ് എന്ന രീതിയിൽ അങ്ങോട്ട് എത്താനായിട്ടുള്ളൊരു വ്യഗ്രത സ്വയമേ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തന മണ്ഡലത്തിലേക്ക് വന്ന ഒരാൾക്ക് മരിക്കുവോളം ആ ഒരു മേഖലയിൽ, ആ ഒരു ലൈംലൈറ്റിൽ നിൽക്കണമെന്ന് മനുഷ്യ സഹജമായ ചില ദൗർബല്യങ്ങൾ ഉണ്ടാകും. ഒരു പക്ഷേ ഈ പാർട്ടി സംഘടനാ തത്വത്തിൽ അനുസരിച്ച് ഈ വയസ്സിൻ്റെ നിബന്ധനകളോ അല്ലെങ്കിൽ അതൊന്നും അതിനപ്പുറം തനിക്കിപ്പോഴും അധികാര കേന്ദ്രങ്ങളിലോട്, അധികാര സ്ഥാനങ്ങളോട് ഇപ്പോഴും ആഗ്രഹമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ വന്ന വാർത്തകൾ CPM വലിയ പരാജയ ഭീതി നേരിടുന്നു. ആലപ്പുഴയിൽ G. സുധാകരനും തോമസ് ഐസക്കും വീണ്ടും മത്സരിച്ചേക്കും എന്ന് ചില വാർത്തകൾ വന്നിരുന്നു. അത് അത്ര പെട്ടെന്ന് ഉണ്ടായ വാർത്തയല്ല, അത് ചില ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ടതാണ്. ഒരു പക്ഷേ സുധാകരനെ പോലുള്ള അല്ലെങ്കിൽ സുധാകരനെ പിന്തുണയ്ക്കുന്നവർ ബോധപൂർവം പടച്ചുവിട്ട ഒരു വാർത്തയായിട്ട് വേണം കരുതാൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായി, അതായത് അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട്, സുധാകരനൊക്കെ നിന്നാൽ ജയിച്ചേക്കും എന്നൊരു ചിന്ത പാർട്ടിക്ക് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ വാർത്ത പടച്ചുവിട്ടതായിരിക്കണം. ഏതായാലും അതെല്ലാം ചേർന്ന് ഇപ്പോൾ പാർട്ടി തീരുമാനമെടുത്തു. അവിടെ H. സലാം തന്നെ മത്സരിക്കും, PP ചിത്തരഞ്ജൻ തന്നെ തുടരും, അരൂരിൽ ദിലീമ തന്നെ മത്സരിക്കും. കാരണം ഇവരൊക്കെ ഒരു ടൈം മാത്രം MLA ആയിരുന്നവരാണ്. അപ്പോൾ അവരെ ഒന്നും മാറ്റിയിട്ട് ഈ സുധാകരനെ പോലെയോ ഐസക്കിനെ പോലെയോ ഉള്ള സീനിയർ നേതാക്കളെ വീണ്ടും തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യം തൽക്കാലമില്ല. അങ്ങനെ കൊണ്ടുവന്നാൽ തന്നെ അതും വലിയ മണ്ടത്തരമാണ്. കാര്യം പരാജയഭീതി നേരിടുന്നത് കൊണ്ടാണല്ലോ ഈ സീനിയർ നേതാക്കളെ വീണ്ടും കൊണ്ടുവരുന്നത്. അപ്പോൾ പാർട്ടി ഒരിക്കലും സുധാകരൻ രേഖാമൂലം താൻ സന്നദ്ധനാണെന്നുള്ളത് അറിയിച്ചു എന്നൊക്കെയാണ് ചില വാർത്തകൾ വരുന്നത്, എന്നെ പരിഗണിക്കണമെന്ന തരത്തിൽ. എന്തായാലും പാർട്ടി അങ്ങനെ തീരുമാനിക്കാൻ സാധ്യതയില്ല. ഏതായാലും സുധാകരൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം ആത്മഹത്യാപരമാണ്, നിസ്സംശയം പറയാം. പിൻവാങ്ങാൻ സാധ്യതയുണ്ടോ സുധാകരൻ? ഏതെങ്കിലും തരത്തിലുള്ള അനുനയ ചർച്ചകൾ? ഇനി എന്ത് അനുനയം? കാര്യം പാർട്ടിയെ പരസ്യമായി തള്ളി പറഞ്ഞു, ഇനി രാഷ്ട്രീയ പ്രവർത്തനമില്ല, പാർട്ടിക്ക് കൊടുക്കാവുന്ന പരമാവധി അവമതിപ്പ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു, ഇനി എന്തൊത്തുതീർപ്പ്? ഇനി ഒന്നുമില്ല. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, MV രാഘവൻ, KR ഗൗരിയമ്മ, ഇതേപോലെ പാർട്ടിയുമായിട്ട് കലഹിച്ചു പോയവരൊക്കെ അവരുടെ ഒരു വ്യക്തിപ്രഭാവമുള്ള ഒരു സമയമുണ്ടല്ലോ, ആ ഒരു ചോരത്തിളപ്പ്, ആ ഒരു ആവേശം, ആ സമയത്ത് അവർക്ക് അനുയായികളും ചിലപ്പോൾ എതിർപാളയത്തു നിന്ന് പോലും പിന്തുണയൊക്കെ കിട്ടിയേക്കും. പക്ഷെ അവർ പിന്നീട് അവരുടെ ആ ഒരു ശൗര്യവും വീര്യവും ഒക്കെ തീരുന്നൊരു സമയമുണ്ടല്ലോ. ഈ KR ഗൗരിയമ്മ ആയിക്കോട്ടെ, MV രാഘവൻ ആയിക്കോട്ടെ, CPM-ന്റെ പതാക പുതച്ചുകൊണ്ടാണ് അവർ അന്ത്യവിശ്രമം തേടിയത്. ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ സുധാകരനും പോകും. ഇപ്പോൾ ഈ ഒരു ആവേശത്തിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ UDF പരസ്യ പിന്തുണ കൊടുത്തെന്നിരിക്കാം. ഒരുപക്ഷെ ചിലപ്പോൾ H. സലാമിനേക്കാൾ കൂടുതൽ തീർച്ചയായിട്ടും അദ്ദേഹം ജനസമ്മതനാണ് അവിടെ. ഒരുപക്ഷെ H. സലാമിനെ പരാജയപ്പെടുത്തി അദ്ദേഹം ജയിച്ചെന്നും ഇരിക്കാം. പക്ഷെ ഇത് കഴിഞ്ഞാൽ സുധാകരൻ വീണ്ടും അപ്രസക്തനായി പോകും. കാര്യം CPM-ന്റെ ചരിത്രം അതാണ്. CPM-നോടൊപ്പം നിൽക്കുന്നവർക്ക് മാത്രമേ നിലനിന്നു പോയിട്ടുള്ളൂ. CPM-നെ തള്ളിപ്പറഞ്ഞ് അവരെ ഒറ്റപ്പെടുത്തി അവരെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുള്ള സംവിധാനം CPM-ന്റെ കയ്യിലുണ്ട്. അത് സുധാകരൻ കൃത്യമായിട്ട് അറിയുകയും ചെയ്യും. എന്നിട്ടും അദ്ദേഹം ഇങ്ങനൊരു തീരുമാനം എങ്ങനെ എടുത്തു എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ സംഗതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.